2026 ഏപ്രിൽ മാസത്തിന്റെ അവസാനമാണ്. എന്നിട്ട് സ്വന്തമായിട്ട് ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഷോറൂമിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ എറണാകുളം ജില്ലയിലെ മാമംഗലത്തുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂവാലി ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ, നല്ല ക്വാളിറ്റി വാഹനങ്ങളുണ്ട്. എല്ലാം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,15,000 രൂപ മുതൽ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 ലക്ഷത്തിനുള്ളിൽ വരുന്ന മീഡിയം ബഡ്ജറ്റ് വാഹനങ്ങളാണ് ഇന്ന് ഈ ഒരു ഷോറൂമിൽ സ്റ്റോക്ക് ഉള്ളത്. എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തി തരാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് കാറുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം മാമംഗലം, അതായത് ആലുവ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ പാലാരിവട്ടം എത്തുന്നതിന് മുന്നേ മാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോറൂമുള്ളത്. മെഡിസിറ്റി ഹോസ്പിറ്റലിലെ നേരെ ഓപ്പോസിറ്റാണ്. വരാൻ പറ്റുന്നവർ എന്തായാലും ഷോറൂമിലേക്ക് വരിക. ലോങ് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യും. ഇത് മാരുതി സുസുക്കിയുടെ XL6 അല്ലേ? ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2021 മോഡൽ സീറ്റ വേരിയന്റ് ആണ്. അതായത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പില് 47,000 കിലോമീറ്റർ ഓടി. പെട്രോൾ മാനുവൽ സ്ട്രിങ്ങുകളൊക്കെ അവൈലബിൾ ആണ്. ട്രൂവാലി സർട്ടിഫിക്കറ്റ് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. നമുക്ക് 6 months വാറന്റിയും 3 ഫ്രീ സർവീസ് ഉണ്ട്. ഫ്രീ സർവീസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിലുണ്ട്. നമ്മുടെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 9,55,000 ആസ്കിംഗ് പ്രൈസ്. നമുക്ക് ആക്സസറീസുകളിലൊക്കെ ഒരു ഓഫർ കൊടുക്കാൻ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു SUV സെഗ്മെന്റ് വാഹനം നോക്കുന്നവരുടെ ഇഷ്ടപ്പെട്ട വാഹനമാണ് മാരുതി ബ്രസ. നല്ലൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2022 മോഡൽ ബ്രസ VXI മിഡ് വേരിയന്റ് വണ്ടി. അത്യാവശ്യം ഫീച്ചേഴ്സും മിഡിൽ വരുന്നുണ്ട്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 78,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ, പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ. ഇത് സർട്ടിഫിക്കറ്റ് വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. തീർച്ചയായും കൊടുക്കാൻ പറ്റും. എത്ര വർഷത്തേക്ക്? നമുക്ക് 1 year വാറന്റി കൊടുക്കാൻ പറ്റും. എഞ്ചിനും ഗിയർ ബോക്സും AC കംപ്രസറും വാറന്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അറിയേണ്ടത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് 90% ലോൺ ചെയ്യാൻ പറ്റും. 90% വരെ ലോൺ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുത്താൽ മതി. ഒരു 5 സീറ്റർ എന്ന് മാറിയിട്ട് 7 സീറ്റർ വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് മാരുതി എർട്ടിഗ അല്ലേ? അത് സർട്ടിഫിക്കറ്റ് വാഹനം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2020 മോഡൽ വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പിൽ 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഏത് വേരിയന്റ്? ഏതാ? VXI വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ. പെട്രോൾ മാനുവൽ ഉണ്ട്. സ്ട്രിങ്ങുകളൊക്കെ വരും. എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് വാറന്റി എത്ര വരുന്നത്? നമുക്ക് 6 months വാറന്റിയും 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും പോകാം. ടയറും ഞങ്ങൾക്ക് കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 8,75,000. 8,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം ഞങ്ങളൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റും. പിന്നെ ആക്സസറീസും ഞങ്ങളൊക്കെ ഓഫർ ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം തന്നെ പരമാവധി വാഹനങ്ങൾ ബുക്ക് ചെയ്യുക. ഈ ഒരു ഷോറൂമിൽ ഈ മാസം എല്ലാത്തരം ബഡ്ജറ്റിലുള്ള വാഹനങ്ങളുണ്ട് അല്ലേ? ലോ ബഡ്ജറ്റ് വാഹനങ്ങളും ഉണ്ട്, മീഡിയം ബഡ്ജറ്റ് ഉണ്ട്, കുറച്ച് ബഡ്ജറ്റ് കൂടിയ ടൈപ്പ് വാഹനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് മാരുതിയുടെ ഓൾട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2012 മോഡൽ വണ്ടിയാ. LXI സെക്കൻഡ് ഓണർഷിപ്പിൽ 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. നിലവിൽ കണ്ടീഷൻ വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളും ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ഈ ഷോറൂമിൽ ഫസ്റ്റ് എണ്ണ ഇട്ടിട്ട് നമ്മൾ സെയിലിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 1,40,000 രൂപ. 40,000 രൂപ. അസ്കിംഗ് പ്രൈസ് മാറ്റം ഉണ്ടാവില്ലേ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെറിയൊരു മാറ്റം പ്രതീക്ഷിക്കാം. ചെറുതായിട്ട് പ്രതീക്ഷിച്ചാൽ മതിട്ടോ. കാരണം അത്രയും നമ്മൾ താഴ്ത്തിയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ മാരുതി സുസുക്കിയുടെ ബലേനോ പുതിയത് എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പുതിയത് എടുക്കേണ്ട. നല്ല ലാഭത്തിൽ നല്ല ക്വാളിറ്റിയുള്ള പുതിയത് പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു യൂസർ വന്നിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2025 മോഡല് ഫുൾ ഓപ്ഷൻ ആൽഫ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടി. വെറും 9,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പുതിയ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇത് എടുത്തോ. നല്ല ലാഭമുണ്ട്. അത് ലക്ഷങ്ങൾ മാറ്റം വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് വേരിയന്റ് ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓരോന്നേരം എടുത്ത് പറയുന്നില്ല. ഇനി അറിയേണ്ടത് ഇത് ചോദിക്കുന്ന പ്രൈസ്. ഇത് 8,85,000 രൂപ. 8,85,000 ചോദിക്കുന്നത്. പുതിയതിനൊക്കെ ഇപ്പൊ എത്ര വരുന്നുണ്ട്? ഇപ്പൊ ഇറങ്ങുന്നതിന് പുതിയ വണ്ടിക്ക് നമുക്ക് 10 രൂപ വരുന്നുണ്ട്. 10ന്റെ മുകളിൽ വരുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു. 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൽ നമുക്ക് ലക്ഷങ്ങളെ മാറ്റം വരുന്നുണ്ട്. ഇതൊരു പുതിയ വാഹനം ആയതുകൊണ്ട് നമുക്ക് വാറന്റി കാണാൻ കൊടുക്കാൻ പറ്റില്ലേ? പിന്നെ അത് തീർച്ചയായും കൊടുക്കാം. 1 year വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോകും. നമ്മളൊരു വാഹനം എടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്നെത്തുക മാരുതി ഓൾട്ടോ 800 ആയിരിക്കും അല്ലേ? നല്ലൊരു വാഹനം നമ്മുടെ ഈ മാസം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഫേസിൽ ലാസ്റ്റ് ഇറങ്ങുമ്പോഴുള്ള ഫേസിൽ വരുന്ന വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2020 മോഡൽ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ് പവറുണ്ടോ? ABS എയർബാഗും പാർക്കിംഗ് സെൻസർ. ഓക്കെ, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. വാറന്റി ഉള്ള വണ്ടിയാണ്. വാറന്റി ഉണ്ട്. എത്ര വരുന്ന വാറന്റി? 6 months വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ. അപ്പൊ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ്. 3,40,000 രൂപ.
340. നമുക്ക് 40,000 ഡൗൺ പേയ്മെന്റ് ഒന്ന് ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 7,000-നുള്ളിൽ EMI മാസം ചെറിയ EMI-യിൽ നല്ലൊരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഇത് മാരുതിയുടെ വാഗനർ. ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് 2019 മോഡല് 1.2 എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. 1200 cc. എത്ര കിലോമീറ്റർ? 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർ പെട്രോൾ മാനുവൽ ഉണ്ട്. ഹിസ്റ്ററി ഞങ്ങൾക്ക് അവൈലബിൾ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. എടുക്കുന്ന കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി ഉള്ള വണ്ടിയാണ്. 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പൊ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് അറിയേണ്ടത് ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് 4,75,000 രൂപ. 475. ആസ്കിംഗ് പ്രൈസ് അല്ലേ? നമുക്ക് വണ്ടി മാറ്റിയെടുക്കുന്ന സൗകര്യം. പഴയ വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. വണ്ടി എടുക്കാനും പറ്റും. മാക്സിമം ലോൺ സൗകര്യം തരുന്നുണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ റിഡ്സ് ആണ്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2014 മോഡല് VXi വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ വേണ്ട. പെട്രോൾ മാനുവൽ ആണ്. VXi അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, നോർമൽ എല്ലാം വരുന്നുണ്ട്. ടയറും കണ്ടീഷൻ അല്ലേ? എല്ലാം കണ്ടീഷൻ. സീറ്റ് കവേഴ്സ് അടക്കം ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 2,85,000. 285. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. നല്ലൊരു സ്വിഫ്റ്റ് വാഹനം അന്വേഷിച്ച് ഇറങ്ങുന്നവർക്ക് ഈ ഒരു മാസം നല്ലൊരു വാഹനം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2019 മോഡല് VXi വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ 27,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോൾ മാനുവൽ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. ഈ VXi എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. VXi അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിന് പുറമെ അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം ഉള്ള ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ്. സർട്ടിഫൈഡ് വാനാണോ? സർട്ടിഫൈഡ് വണ്ടിയാണ്. വാറന്റി കൊടുക്കാൻ പറ്റും. വാറന്റി ഉണ്ടാവും, ഫ്രീ സർവീസ് ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ തന്നെ വരണമെന്നില്ല. ഏത് മാരുതി ഷോറൂമിൽ ചെയ്യാൻ പറ്റും. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ്. ഇത് 5,85,000. 585. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് 90% ലോൺ ചെയ്യാം. ലോൺ ചെയ്യാം. മാക്സിമം ഓഫർ ഞങ്ങൾക്ക് ഒരു മാസം വാഹനം എടുക്കുമ്പോൾ അവർ കൊടുക്കുന്നുണ്ട്. അത് ചോദിച്ചു മേടിക്കുക. ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണ് ടൈപ്പ് 2 സ്വിഫ്റ്റ് ഉണ്ടെങ്കിൽ കാണിച്ചു തരുമെന്ന്. അപ്പൊ അവർക്ക് പറ്റിയ ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് തന്നെ. ഇത് 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ 84,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 84,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ VXi. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. വരുന്ന വണ്ടിയാണ്. നോർമലി 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറിന് അഡീഷണൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 4,50,000. 450 ചോദിക്കുന്നത്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. മാരുതി കമ്പനി ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിട്ടുള്ള വാഹനങ്ങളൊന്നാണ് മാരുതിയുടെ ബലേനോ. അത് ഈ ഒരു ഫേസിൽ വരുന്ന വാഹനമല്ലേ? നമ്മളടുത്ത് നല്ലൊരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2021 മോഡലില് സീറ്റ വേരിയന്റിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമ്മൾ CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 40,000 കിലോമീറ്റർ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൽഫ എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് എൻഡ്. അതിന്റെ തൊട്ടടുത്ത ആളാണ് സീറ്റ എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. അല്ലെങ്കിൽ വരുന്നുണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. അതെ, നമുക്ക് 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് ഉള്ള വണ്ടിയാണ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ചോദിക്കുന്ന പ്രൈസ് തരാം. നമുക്ക് 7,35,000. 735. ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. ലോ ബജറ്റിൽ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മാരുതി എസ്റ്റാറിൽ. ഡീറ്റെയിൽസ് തന്നെ. ഇത് 2013 മോഡൽ വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഏത് വേരിയന്റ് ഏതാ? ഇത് VXi വേരിയന്റ് ആണ്. എസ്റ്റാർ അത്യാവശ്യം ഫീച്ചേഴ്സ് VXi വരുന്നുണ്ട് അല്ലേ? ടയർ ഞങ്ങളെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് 1,80,000 രൂപ. 1,80,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്താലും മാക്സിമം ഒരു മാസമൊക്കെ ചെറിയൊരു എമൗണ്ട് ആണ് EMI കാര്യങ്ങൾക്ക് വരുന്നത്. ഡെഡിക്കേഷൻ എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇത് ലോൺ ചെയ്യേണ്ട ഒരു എമൗണ്ട് അല്ല ഇവർ പറയണതില്ലേ? അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഈ സ്വിഫ്റ്റ് ഡീറ്റെയിൽസ് തന്നെ. ഇത് 2023 മോഡൽ വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പിൽ 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഏത് വേരിയന്റ്? VXi വേരിയന്റ് ആണ്. മാനുവൽ ആണല്ലേ? നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് കേട്ടോ. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? ഇത് 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസും കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് പേടിയില്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7,10,000. 710 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. സെഡാൻ സെഗ്മെന്റിൽ സ്വിഫ്റ്റ് ഡിസയർ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ലൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് അതിന്റെ തന്നെ. ഇത് 2013 മോഡല് VXi ആണ് വേരിയന്റ് വരുന്നത്. തേർഡ് ഓണർഷിപ്പിൽ 1,23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലീൻ ആണ്. കണ്ടീഷൻ വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടി. പ്രൈസ് എത്രയാണ്?
ഇത് നമുക്ക് 2,80,000 രൂപ. ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ നമുക്ക് ചെയ്തു തരാം, ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് കുറച്ച് കൊടുത്താലും മാസം ചെറിയ EMI മാത്രമേ വരുള്ളൂ. ഈ ഒരു മാസം ഈ ഒരു ഷോറൂമിൽ സ്വിഫ്റ്റ് കാറുകളുടെ ചാകരയാണ്. എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണല്ലേ. അപ്പോൾ ഏത് സ്വിഫ്റ്റ് വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2022 മോഡലാണ്. LXI വേരിയന്റ് ആണ്. LXI വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്. കമ്പനി സർവീസിംഗ് എല്ലാം ഉള്ളതാണ്. അത് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് 1 ഇയർ വാറന്റിയും 3 ഫ്രീ സർവീസ് ഉണ്ട് വണ്ടിക്ക്. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. ഇപ്പോൾ നിങ്ങൾ തൃശ്ശൂരുള്ള ഒരാളാണെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ നമുക്ക് സർവീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇനി അറിയേണ്ടത് ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് 5,75,000. 5,75,000 ആസ്കിംഗ് പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. 90% ചെയ്യാം. 90% ലോൺ ചെയ്യാൻ പറ്റും. മാരുതിയുടെ ഡിസൈർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡൽ വണ്ടിയാണ്. VXI വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിൽ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്, ലോ കിലോമീറ്റർ ആണ്, കണ്ടീഷൻ വെഹിക്കിൾ ആണ്. നമുക്ക് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വാറന്റി ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറന്റി ഉണ്ടോ? 1 ഇയർ വാറന്റി ഉണ്ട്. അപ്പൊ നമുക്ക് പേടിക്കാതെ പരമാവധി നമുക്ക് ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് 6,05,000. 6,500 ചോദിക്കുന്നത്. ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. 90% മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ എവിടെ വരുന്നത്? ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ മാമംഗലം.